കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഭാവഗായകൻ ജയചന്ദ്രൻ നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇങ്ങനെ നെഞ്ചിലേറ്റി ലാളിക്കുന്നവർ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർ. ഇന്ന് രാവിലെ അവരൊക്കെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിച്ചപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, അതിൽ 3 പേരുടെയെങ്കിലും റിംഗ് ടോൺ മാറിയിരിക്കുന്നു. ഈ 3 പേരുടെ റിംഗ് ടോണും സെയിം ആണ് എന്നുള്ളതാണ് സത്യം. ഏത് പാട്ടാണ് എന്ന് പറയട്ടെ, രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചം എന്ന ആ തമിഴ് ഗാനം. ആ ഗാനമാണ് ഇന്നത്തെ ദിവസം ജയചന്ദ്രൻ എന്ന ഭാവഗായകനെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളികളുടെ റിംഗ് ടോൺ എന്നതാണ് വളരെ അതിശയിപ്പിക്കുന്ന ഒരു സംഗതി. കാരണം ആ പാട്ട് നമ്മളെയൊക്കെ ഒരുപാട് ആഹ്ലാദിപ്പിച്ച ഒരു ഗാനമാണ്. മനുഷ്യരെ മാത്രമല്ല, മലയാളികളായ മനുഷ്യരെ മാത്രമല്ല, ആനക്കൂട്ടത്തെ വിസ്മയിപ്പിച്ച ഒരു ഗായകൻ കൂടിയാണ് ജയചന്ദ്രൻ എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ പലർക്കും തോന്നാം, ഇതെന്താ അതിശയോക്തി പറയുന്നത് എന്ന് തോന്നാം. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പലരും ചിന്തിക്കാം. പക്ഷേ സംഗതി സത്യമാണ്. ഏകാന്ത പഥികൻ ഞാൻ എന്ന ആത്മകഥയിൽ അദ്ദേഹം തന്നെ ഈ കഥ പങ്കുവച്ചിട്ടുണ്ട്. മലയാളത്തിൻ്റെ ഭാവഗായകൻ തമിഴിൻ്റെ നെഞ്ചിൽ കൂടുകൂട്ടിയത് ഈ നൊമ്പര പാട്ടിലൂടെയായിരുന്നു. നായികയെ നഷ്ടപ്പെട്ട നായകൻ്റെ വിരഹവേദന ജയചന്ദ്രൻ്റെ സ്വരമാധുര്യത്തിലൂടെ ഒഴുകിയെത്തിയത് അക്ഷരാർത്ഥത്തിൽ തമിഴകത്തിൻ്റെ നെഞ്ചിലേക്കായിരുന്നു. ആർ സുന്ദരരാജന്റെ സംവിധാനത്തിൽ വിജയകാന്തും രേവതിയും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച വൈദേഹി കാത്തിരുന്നാൾ എന്ന സിനിമയിലെ രാസാത്തി ഒന്നെ കാണാതെ നെഞ്ച് കാത്താടി പോലാടത് എന്ന ഗാനം കേട്ടാൽ മതിമറന്ന് നിൽക്കാത്ത തമിഴർ മാത്രമല്ല, എല്ലാ സംഗീത ആസ്വാദകരും അങ്ങനെയായിരിക്കും. അക്കൂട്ടത്തിൽ ആനക്കൂട്ടവുമുണ്ട്. ഈ ഓർമ്മ ഇളയരാജ തന്നെ പങ്കുവച്ചതാണ്. കഥാപാത്രങ്ങൾ മനുഷ്യരല്ല എന്ന വ്യത്യാസം മാത്രം. തേനിയിൽ ഇളയരാജയ്ക്ക് ഒരു വീടുണ്ട്. അതിനടുത്താണ് ഈ പ്രദേശത്തെ ഏക സിനിമ കൊട്ടക. വന്യപ്രദേശമായതുകൊണ്ട് മൃഗങ്ങളും ധാരാളം. കൊട്ടകയിൽ വൈദേഹി കാത്തിരുന്നാൾ പ്രദർശിപ്പിക്കുന്നു. പടത്തിൽ രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചം എന്ന പാട്ടിന്റെ സന്ദർഭം എത്തുമ്പോൾ ഉൾക്കാട്ടിൽ നിന്ന് ആനകൾ വരിവരിയായി ഇറങ്ങി വരുമായിരുന്നു. പാട്ട് തീരും വരെ കൊട്ടകയുടെ പരിസരത്തുമേയും അതിനുശേഷം ആനക്കൂട്ടം തിരിച്ചു പോവുകയും ചെയ്യും. തേനിയിൽ ഈ സിനിമ പ്രദർശിപ്പിച്ച കാലം മുഴുവൻ ഈ പതിവ് ആവർത്തിച്ചിരുന്നു എന്നാണ് ഇളയരാജ പറഞ്ഞത്. മൃഗങ്ങളെയും സംഗീതം സ്വാധീനിക്കുമെന്നതിന് ഉദാഹരണമായാണ് അന്ന് അദ്ദേഹം ഈ അനുഭവം വിശദീകരിച്ചത്. ഇളയരാജയ്ക്ക് അത്ഭുതം തോന്നിയിട്ടില്ല. കാരണം ആ പാട്ടിന് കാടുമായുള്ള അടുത്ത ബന്ധം അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ ആർക്കാണ് അറിയുക. വൈദേഹി കാത്തിരുന്നാൾ എന്ന ആ പടത്തിന് വേണ്ടി രാജ ചിട്ടപ്പെടുത്തിയതല്ല ആ ഗാനങ്ങളെന്നും എന്നുകൂടി അറിയുക. ആ ഗാനങ്ങളിൽ നിന്നുണ്ടായതാണ് വൈദേഹി കാത്തിരുന്നാൾ എന്നതാണ് സത്യം. മുതുമലൈ ഫോറസ്റ്റ് ഡിവിഷന്റെ ഗസ്റ്റ് ഹൗസിൽ കാക്കിസട്ടെ എന്ന സിനിമയുടെ കമ്പോസിങ്ങിലാണ് ഇളയരാജ. 3 ദിവസത്തെ ഷെഡ്യൂൾ വെറും ഹാഫ് ഡേ കൊണ്ട് കഴിഞ്ഞു. 5 പാട്ട് ചിട്ടപ്പെടുത്തി കഴിഞ്ഞിട്ടും സമയം ഇഷ്ടംപോലെ ബാക്കി. അവസരം പാഴാക്കാതെ 6 ഈണങ്ങൾ കൂടി ഇളയരാജ തയ്യാറാക്കി വെച്ചു. കാടിന്റെ കാതടപ്പിക്കുന്ന നിശബ്ദത മാത്രമായിരുന്നു അത്രേ അന്നത്തെ പശ്ചാത്തല സംഗീതം. യാദൃശികമായി ആ ഈണങ്ങൾ കേട്ട നിർമ്മാതാവ് പഞ്ചു അരുണാചലത്തിന് ഒരാഗ്രഹം. അതിൽ ഒന്ന് തൻ്റെ അടുത്ത പാഠത്തിൽ ഉപയോഗിക്കാൻ അനുവദിക്കണം. എന്തിനൊന്നിൽ നിർത്തണം, 6 ട്യൂണും എടുത്തോളൂ, അതെല്ലാം ഉൾപ്പെടുത്താൻ പോകുന്ന ഒരു കഥയും ആലോചിച്ചോളൂ. ഇളയരാജയുടെ മറുപടി. സന്തോഷത്തോടെ ആ വെല്ലുവിളി പഞ്ചു അരുണാചലം സ്വീകരിച്ചു. അങ്ങനെ വൈദേഹി കാത്തിരുന്നാൾ എന്ന സിനിമ പിറവിയെടുത്തു. ഏകാന്ത പഥികൻ ഞാൻ എന്ന ആത്മകഥയിൽ ഈ അനുഭവം ജയചന്ദ്രൻ പങ്കുവച്ചിരുന്നു. ഇളയരാജയുടെ സംഗീതത്തിൽ ഞാൻ പാടിയ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗാനമാണ് രാസാത്തി ഉന്നെ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫോക്ക് എന്നോ കർണാട്ടിക് എന്നോ ഒന്നും വേർതിരിക്കാനാവാത്ത ഒരു അപൂർവ ഗാനം. ഈ ഗാനം എന്നെ കൊണ്ട് പാടിച്ചതിന് ഞാൻ സർവേശ്വരനോട് എന്നും നന്ദിയുള്ളവനായിരിക്കുമെന്നും ജയചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഗാനം തന്നെ സ്വാധീനിച്ചതിനെക്കുറിച്ച് മഞ്ജു വാര്യരും ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. തിയേറ്ററിൽ കരഞ്ഞു വഴക്കുണ്ടായ ഏതോ ഒരു സന്ധ്യയിലാണ് താൻ ജയേട്ടൻ്റെ ശബ്ദം ആദ്യമായി കേട്ടത്. വൈദേഹി കാത്തിരുന്നാൾ എന്ന സിനിമയിലെ രാസാത്തി ഉന്നെ കാണാതെ നെഞ്ച് എന്ന പാട്ട് എന്തുകൊണ്ടാണ് എന്നറിയില്ല, കേട്ടപ്പോൾ എൻ്റെ കാതുകൾ ആ പാട്ടിൻ്റെ വഴിയെ പോയി. നിലാവിലുള്ള ആ രാത്രിയും ആരുമില്ലാതെ ഒഴുകി നീങ്ങുന്ന കുട്ടവഞ്ചിയും കൽപ്പടവുകളിലിരിക്കുന്ന വിജയകാന്തും ആ ശബ്ദത്തിനൊപ്പം എന്നേക്കുമായി ഹൃദയത്തിൽ പതിഞ്ഞു. ഓർമ്മയിലെ ആദ്യത്തെ സിനിമാ വിഷ്വൽ അതാണെന്ന് മഞ്ജു കുറിക്കുന്നു. എൻ്റെ കുട്ടിക്കാല ഓർമ്മകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത്. വളരെ വളരെ എന്ന ആവർത്തനം കൊണ്ടുപോലും ആ പാട്ടിനോടുള്ള ഇഷ്ടം വിവരിക്കാനാകില്ല. ആർക്കും ഒരിക്കലും മറക്കാനാകാത്തൊരു ഗാനമാണ്. അത്രയ്ക്കും നല്ലൊരു പാട്ടാണ് അത്. ആ പാട്ട് എപ്പോൾ കേട്ടാലും തരുന്ന ആനന്ദവും ബാല്യത്തെക്കുറിച്ചുള്ള നഷ്ടബോധവും ഇങ്ങനെ ഏത് തലമുറയ്ക്കും അവരുടെ ബാല്യത്തെയും കൗമാരത്തെയും യൗവനത്തെയും കുറിച്ചുള്ള ഓർമ്മകൾ തിരികെ കൊടുത്തു ജയേട്ടൻ. ഗൃഹാതുരതയിൽ ശബ്ദത്തെ ചാലിച്ച ഗായകൻ. വർഷങ്ങൾക്ക് ശേഷം എന്നും എപ്പോഴും എന്ന സിനിമയിൽ മലർവാകക്കൊമ്പത്ത് അദ്ദേഹം പാടിയപ്പോൾ പ്രിയപ്പെട്ട പാട്ടുകളുടെ പട്ടികയിലേക്ക് ഒരെണ്ണം കൂടിയായി. ജയേട്ടൻ്റെ പാട്ട് നിലയ്ക്കുമ്പോൾ വല്ലാതെ വേദനിക്കുന്നത് അത് ജീവിതത്തിൻ്റെ എവിടെയൊക്കെയോ തൊട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ട പാട്ടുകാരന് യാത്രാമൊഴി എന്നാണ് തൻ്റെ കുറിപ്പിലൂടെ മഞ്ജു പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും സകലർക്കും ഇഷ്ടപ്പെട്ട ഈ ഗാനം നമുക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു ഗാനമാണ് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാസ്.